എന്റെ ഈശ്വര, ഈ വയസ്സുകാലത്ത് എന്ത് അഭ്യാസാ നീ കാണിക്കുന്നത്? അപ്പുറത്തും ഇപ്പുറത്തുള്ള മനുഷ്യരെ നോക്കി ചിരിക്കും. സ്വന്തം ഭാര്യയ്ക്ക് ഭ്രാന്താണെന്ന് പറയാൻ പറ്റുമോ? പറയുന്നവർക്കായിരിക്കും ഭ്രാന്ത്. എനിക്ക് ഒന്ന് സ്ലിം ആവണം. എന്നിട്ട് എന്തിനാ? അല്ല, പുതിയ കല്യാണാലോചന വല്ലതും ഉണ്ടോ? എനിക്ക് സൊസൈറ്റിയിലൊക്കെ ഒന്ന് മൂവ് ചെയ്യണം. ആ, അത് ശരിയാണ്. സ്ലിം ആയാൽ മൂവ് ചെയ്യാൻ എളുപ്പമാണ്. എനിക്ക് എന്തെങ്കിലും ഒരു വ്യായാമം ഇല്ലാതെ പറ്റില്ല. കളിക്കപ്പൂ, എന്താ അപ്പു നെറ്റടിച്ചത്? എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാണാനുണ്ട്. ഞായറാഴ്ച ആയിട്ടോ? നീ വേഗം കമലാ തിയേറ്ററിൽ പോയി മോർണിംഗ് ഷോയ്ക്ക് 2 ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിൽക്ക്. ഞങ്ങൾ വന്നേക്കാം. ചന്ദ്രേട്ടൻ റെഡി ആവുന്നില്ലേ? ഒന്ന് പോയി കുളിച്ചേ. ஒண்ணு கொடுங்க சார். മൈ ഗോഡ്, ക്ലോസ് ചെയ്ത് പോയി. ഇനി എന്ത് ചെയ്യും? കഷ്ടായിപ്പോയി. ഹലോ, എന്താ ഇവിടെ? സിനിമയ്ക്ക് വന്നതാ. ഹൗസ്ഫുൾ ആയി. ഓഹോ, സിനിമ കാണുന്നുണ്ടോ? ഹൗസ്ഫുൾ അല്ലേ? ഇവിടെ വരെ വന്നിട്ട് സിനിമ കാണാതെ പോകുന്നത് മോശല്ലേ? അതിന് ടിക്കറ്റ് ഇല്ലല്ലോ. ഒന്നും പ്രശ്നമല്ല, 2 വേണ്ടു. ഈ തിയേറ്ററിന്റെ ഓണർ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാ. ജസ്റ്റ് എ മിനിറ്റ്. ആരാ? ടെലിഫോൺ ബൂത്തിൽ വെച്ച് പരിചയപ്പെട്ടതാ. അപ്പു ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിലെ വലിയൊരു ഉദ്യോഗസ്ഥനാ. ഓഹോ, ഇവിടെ മാത്രമല്ല, ഈ സിറ്റിയിലെ ഏത് തിയേറ്ററിൽ എപ്പോ ടിക്കറ്റ് വേണമെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ. ഐ എം സോറി, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. എന്റെ പേര് മാലതി, സിറ്റി ഹോസ്പിറ്റലിലെ നഴ്സാ. ഞാനിവിടെ മിസ്റ്റർ അപ്പുവിനെ പറ്റി ഞാൻ പറഞ്ഞു. ഒന്നിച്ചാ താമസിക്കുന്നത്? അതെ, ഇവിടെ ആഴപ്പെട്ട വിമൻസ് ഹോസ്റ്റലിൽ. കേറുന്നില്ലേ? സമയായി, തുടങ്ങാറായി. മിസ്റ്റർ അപ്പു പടം കാണുന്നില്ലേ? എനിക്ക് വേറെ ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. ഓക്കേ, താങ്ക് യു. വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കുന്നല്ല ബില്ലിന്റെ അടിയിൽ എഴുതിണ്ടല്ലോ, അത് താങ്ങണ്ടില്ലേ? അതെന്റെ കുഴപ്പമില്ല. ഒരു 100 പ്രാവശ്യം പറഞ്ഞല്ലോ തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന്. ഞാൻ ആരാന്നാ? എന്റെ പേര് ഉത്തമൻ. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായ ഒരു അഭ്യസ്ത വിദ്യൻ. കാലത്ത് 8 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ ജോലി ചെയ്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി വെറും 950 രൂപ മാത്രം ശമ്പളം കൈപ്പറ്റുന്ന ഒരു ഹതഭാഗ്യവനായ കണക്കപ്പിള്ള. ഇനി എന്നെ കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയണ്ടേ? പട്ടി നിന്റെ അപ്പൻ, അത് നിന്റെ വല്യപ്പൻ, അത് നിന്റെ വീട്ടിലുള്ളവര്. എന്താ ഇത്? ഇതൊരു ഷോപ്പല്ലേ? അത് ഇത്ര നാളായിട്ട് അറിയില്ലേ? വേഷം കെട്ടി മാത്രം വന്നാ പോരാ, സംസ്കാരം വേണം. പിന്നെ ആരെങ്കിലും എന്റെ അപ്പനെ വിളിക്കുമ്പോ ഞാനത് കേട്ടോണ്ടിരുന്നോളോ? കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസ് കംപ്ലൈന്റ് ആയാലും തെറിയായാലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഓ, ഹലോ, ഇന്ത്യൻ ഫാബ്രിക്സ്. ശരിയാണ് സാർ, തീർച്ചയായും. ആരാ? ഇവിടുന്ന് തുണി വാങ്ങിയ ഒരു കസ്റ്റമറാ. മുതലാളി കഴുതിയാണെന്ന് പറഞ്ഞു. ഞാനതങ്ങ് സമ്മതിച്ചു കൊടുത്തു. അല്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും? നല്ല ആൾക്കാർ സമയദോഷം കാരണം കള്ളക്കേസിൽ കൊടുക്കുന്നു. എന്നെ ഒരുത്തൻ കൊടുക്കാൻ തയ്യാറായാൽ എന്റെ പഴവങ്ങാടി ഗണപതി നിനക്ക് ഞാൻ മുഴുക്കാപ്പ് ചാർത്താമേ. എന്താടോ തനി പബ്ലിക് റോഡേ കണ്ടല്ലോ കൈമീശി ഇറക്കാൻ? ഇയാളെന്തിനാ വഴി ചൂടാവും. അങ്ങനെ ചൂടാവും. എടോ, ആൾക്കാരെ ഇടം കൊല്ലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ്. താൻ പോലീസ് പോയി പെറ്റീഷൻ കുറോ, അവരൊന്നും അറസ്റ്റ് ചെയ്തോണ്ട് പോട്ടെ. ഏക്കണ്ട, അയ്യോ പോവല്ലേ ചേട്ടാ, പ്ലീസ് വിടോ. വഴക്കുണ്ടാക്ക ആൾക്കാർ കൂടെ ടൈമറോ എന്റെ അടവാങ്ങിയൊരു അടി തരാം. താൻ പോലീസിന് ഫോൺ ചെയ്യും പ്ലീസ്, ഡയൽ 100. ഞാൻ കാശ് തരാം. അവരെ അറസ്റ്റ് ചെയ്യുന്നു. പ്രാന്തോ? ഒന്ന് പോകാം. പ്രാന്തല്ലടോ, വിവരമില്ലാത്തവൻ. പറഞ്ഞാലും മനസ്സിലാവില്ല. കുറച്ചുകൂടെ തിരക്കുള്ള സ്ഥലത്തേക്കൊന്ന് പോയാലോ? ഇത് സയ്യാസാവും. പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൂടെ നടു റോഡ് വെച്ച് തന്നെ ഒരു അപമാനിച്ചെന്ന് എന്നാ മുണ്ട് തരാം. പോലീസ് പറഞ്ഞു തരോ? പോയി പെറ്റീഷൻ പോയി പെറ്റീഷൻ കൊടുത്തിട്ട് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. അല്ലേ തല്ലേ? അല്ല, തരില്ല. തരില്ല. എന്നാ പിടിച്ചോ, പോലിടിച്ചോ. ഇയാൾക്ക് വട്ടേന്ന് ഭ്രാന്ത്, കാമഭ്രാന്ത്. ഭ്രാന്ത് എടുത്തോണ്ടും കാര്യമില്ല.